السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. ആദരണീയരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, സഹോദരി സഹോദരന്മാരെ, വളരെ പ്രസക്തമായ വിഷയങ്ങളാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാം മനസ്സിലാക്കിയതുപോലെ വളരെ കാലങ്ങളായി കേരളക്കരയിൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് പ്രാർത്ഥന, ഇസ്തിഗാസ എന്നൊക്കെ പറയുന്ന വിഷയങ്ങൾ. ഈ വിഷയത്തിൽ കേരളത്തിൽ ധാരാളക്കണക്കിന് വാദപ്രതിവാദങ്ങളും ഖണ്ഡന മണ്ഡനങ്ങളും ധാരാളം ചർച്ചകളും നടന്നിട്ടുണ്ട്. ആ ചർച്ചകളൊക്കെ തന്നെയും നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ മുസ്ലിം സമൂഹത്തെ അന്ധവിശ്വാസങ്ങളിൽ നിന്നും ശിർക്കൻ വിശ്വാസങ്ങളിൽ നിന്നും ഒരു പരിധിവരെ അവരെ അതിൽ നിന്ന് മോചിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. നേരത്തെ ബഹുമാന്യനായ പണ്ഡിതൻ സയ്യിദ് സുലമി സൂചിപ്പിച്ചിട്ടുള്ള വിഷയത്തിൻ്റെ ചില ഭാഗങ്ങൾ, അതിനോട് ചില കാര്യങ്ങൾ കൂടെ ചേർത്തു വെക്കാനാണ് ഇൻഷാ അല്ലാഹ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മുസ്ലിം സമൂഹത്തിലെ ഒരു വിഭാഗം പുരോഹിതന്മാർ, സാധാരണക്കാരായ ആളുകൾ വിശ്വസിച്ചു പോരുന്നത് അല്ലാഹു അല്ലാത്ത അമ്പിയാക്കൾ, ഔലിയാക്കൾ ഇവരെയൊക്കെ വിളിച്ച് തേടുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവുമില്ല, അത് അനുവദനീയമാണ്. മാത്രവുമല്ല, നമ്മളെന്തെങ്കിലും നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ ആവശ്യങ്ങൾ അമ്പിയ ഔലിയാക്കളുടെ മുമ്പിൽ നമ്മൾ സമർപ്പിക്കുമ്പോൾ അവർ നമ്മുടെ രക്ഷയ്ക്കെത്തും. നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കഴിവ് ഇത്തരം ആളുകൾക്കുണ്ട് എന്ന് ഒരു വിഭാഗം കാലങ്ങളായി വാദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനം പോലെയുള്ള സംഘടനകൾ, അതിലെ പണ്ഡിതന്മാർ അതിന് നേരെ വിരുദ്ധമായിട്ടുള്ള പ്രാർത്ഥനയും സഹായതട്ടവുമെല്ലാം അത് അല്ലാഹുവിനോട് മാത്രമായിരിക്കണം. പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ഇസ്തിഗാസ അത് അല്ലാഹുവിനോട് മാത്രമായിരിക്കണം. അല്ലാഹു അല്ലാത്ത ഏതെങ്കിലും ഒരു ശക്തിയോട് അത്തരത്തിലുള്ള വിളിച്ചുതേട്ടം, സഹായതേട്ടം നടത്തുന്നുവെങ്കിൽ അത് ശിർക്കാണ് എന്നാണ് നമ്മൾ സമൂഹത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് പറയുമ്പോൾ അല്ല, അങ്ങനെയല്ല, മഹാന്മാരോട്, പുണ്യപുരുഷന്മാരോട് ഇസ്തിഗാസ ചെയ്യാൻ, അവരോട് സഹായം ചോദിക്കാൻ വിശുദ്ധ ഖുർആനിൽ നിരവധി ആയത്തുകൾ ഉണ്ടല്ലോ, ധാരാളക്കണക്കിന് ഹദീസുകൾ പലപ്പോഴും അത്തരം വേദികളിൽ നിന്ന് നമ്മൾ കേൾക്കുകയാണ്. മാത്രവുമല്ല, മതപുരോഹിതന്മാർ സമൂഹത്തെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായതിനു ശേഷം അതിൻ്റെ 1-ാം തീയതി മുതൽ ഓരോ നൂറ്റാണ്ടുകളിലും മുസ്ലിം സമൂഹം ഇത്തരത്തിലുള്ള ഇസ്തിഗാസകൾ, അല്ലാഹു അല്ലാത്തവരോടുള്ള സഹായതേട്ടം നിർബാധം തുടർന്നു വന്ന ഒരു പ്രക്രിയയാണ്. ഇവിടെ അല്പകാലമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ബിദ്അകൾ,
യുക്തിവാദികളാണ് ഇത് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ്. മാത്രവുമല്ല, അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഗൗരവം ഇവരുടെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ, പ്രഭാഷണങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എത്രത്തോളം ഇവർ പറഞ്ഞു എന്ന് വെച്ചാൽ, അള്ളാഹുവിനെ മാത്രം വിളിക്കുക എന്നുള്ളത്, പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഘട്ടത്തിൽ അള്ളാഹുവിനെ മാത്രം വിളിച്ച് സഹായം തേടുക എന്നുള്ളത് അത് ഇബ്ലീസിന്റെ വാദമാണ് എന്നാണ്. നഅൂദുബില്ലാ, എത്ര ഗൗരവമാണത്! ഇബ്ലീസിന്റെ വാദമാണ് അള്ളാഹുവിനെ മാത്രം വിളിക്കുക എന്നുള്ളതാണ്. മാത്രവുമല്ല, യുക്തിവാദമായിട്ടാണ് നമ്മൾ വിശ്വസിച്ചു പോരുന്ന വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള ഈ വിശ്വാസത്തെ അവർ പരിചയപ്പെടുത്തുന്നു. ഏറ്റവും നല്ലത് അള്ളാഹുവിനെ മാത്രം വിളിക്കലല്ല, അള്ളാഹുവിന് പുറമെ മഹാന്മാരെ, ഔലിയാക്കളെ, അമ്പിയാക്കളെ കൂടെ ചേർത്ത് വിളിക്കുന്നതാണ് ഏറ്റവും നല്ലത്, ഗുണകരമായിട്ടുള്ളത് എന്നാണ് മതപുരോഹിതന്മാർ സമൂഹത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മുൻകാലഘട്ടങ്ങളിലെ പണ്ഡിതന്മാർ പറയാത്ത, അവർ ഭയപ്പെട്ടിരുന്ന പല കാര്യങ്ങളും ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ, പുതിയ കാലഘട്ടത്തിൽ മതപുരോഹിതന്മാർ സമൂഹത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വളരെ അപകടകരമാണ്. നോക്കൂ നിങ്ങൾ, ജനങ്ങൾ വീണ്ടും വീണ്ടും ബഹുദൈവാരാധനയിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്, അവിശ്വാസത്തിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യ കാലഘട്ടത്തിലെ ആളുകൾ, വിശ്വാസി സമൂഹം, മതപുരോഹിതന്മാർ പറഞ്ഞിരുന്നത്, ഞങ്ങൾ അള്ളാഹു അല്ലാത്തവരെ ദുആ ചെയ്യുന്നില്ല. ബഹുമാനനായ സയ്യിദ് സുല്ലമി വിശദീകരിക്കുകയുണ്ടായി, ഞങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നില്ല, ഞങ്ങൾ സഹായം ചോദിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത്. പക്ഷെ പിന്നീട് അങ്ങോട്ട് 1974 തലശ്ശേരിയിൽ ഒരു സംവാദം നടക്കുകയുണ്ടായി. ആ സംവാദത്തിന് ശേഷം വലിയ മാറ്റങ്ങൾ ഉണ്ടായി ഇവരുടെ സംസാരത്തിൽ. സഹായം ചോദിക്കുക മാത്രമല്ല, ഞങ്ങൾ അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യും. അങ്ങനെ ദുആ ചെയ്യുന്നതിന്, പ്രാർത്ഥിക്കുന്നതിന് വിശുദ്ധ ഖുർആനിൽ ഒരുപാട് തെളിവുകൾ നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. തെളിവുകളുമായി കടന്നു വന്നു. ഇവിടെ ഓതി കേൾപ്പിച്ചിട്ടുള്ള ഇന്നമാ വലിയക്കുമുല്ലാഹു പോലെയുള്ള വിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത്, അതിൻ്റെ സന്ദർഭം നോക്കാതെ, അതിൻ്റെ അവതരണ പശ്ചാത്തലം എന്താണെന്ന് പരിശോധിക്കാതെ ആളുകളുടെ മുമ്പിൽ വിശദീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. മാത്രവുമല്ല, ഈ കാര്യങ്ങൾ അതിരുവിട്ട സംസാരങ്ങൾ, ഇതാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ലോകത്തെ മുഴുവൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് മഹാന്മാരാണ്. CM മടവൂരിനെ പോലെയുള്ള ആളുകൾ. ആ ഭാഗം പിന്നീട് വരുന്നത് കൊണ്ട് ഞാൻ ആ ഭാഗം കൂടുതൽ വിശദീകരിക്കുന്നില്ല. നോക്കൂ നിങ്ങൾ, ഏറ്റവും അപകടകരമായ വാദങ്ങളുമായിട്ടാണ് സമൂഹത്തിൻ്റെ മുമ്പിൽ മതപുരോഹിതന്മാർ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിനോട് നേരിട്ട് ചോദിക്കാം. നോക്കൂ നിങ്ങൾ, ഇപ്പോൾ അടുത്ത ദിവസങ്ങളിലായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചില ചർച്ചകളുണ്ട്. അത് മുജാഹിദുകളും ഇവിടെയുള്ള സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളും തമ്മിലല്ല. സുന്നത്ത് ജമാഅത്തിൽപ്പെട്ട രണ്ട് വിഭാഗങ്ങൾ പരസ്പരം ഇതുപോലെ മൈക്ക് കെട്ടി പ്രസംഗിക്കുന്ന വലിയ തരത്തിലുള്ള സംവാദങ്ങൾ അവർക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വിഭാഗം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അള്ളാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കാം, നമുക്ക് പല സഹായങ്ങളും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്ന സഹായത്തെക്കുറിച്ച് നബി തങ്ങളോട്, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എൻ്റെ പ്രയാസങ്ങൾ പറഞ്ഞാൽ, ഏതെങ്കിലും നിലക്കത് ദൂരീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ, അത് പ്രവാചകനാണ് ആ പ്രശ്നത്തിന് പരിഹാരം തന്നത് എന്ന് പറയാൻ പാടില്ല എന്നൊരു വിഭാഗം പറയുന്നു. അത് അദബുകേടാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ പറയാൻ പാടില്ല എന്ന് പ്രമുഖരായ നേതാക്കന്മാർ, പണ്ഡിതന്മാർ അങ്ങനെ ഒരു ഭാഗത്ത് വിശദീകരിക്കുമ്പോൾ, ചെറുപ്പക്കാരായ ചില ആളുകൾ സമസ്തയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് പറയുന്നത് അങ്ങനെയല്ല. അവരോട് ഇസ്തിഗാസ ചെയ്താൽ, മഹാന്മാരോട്, അമ്പിയാക്കളോട്, ഔലിയാക്കന്മാരോട് സഹായം ചോദിച്ചാൽ അവർ ഉത്തരം നൽകുകയും അങ്ങനെ ഉത്തരം ലഭിച്ചാൽ അത് അവർ തന്നതാണ് എന്ന് തന്നെ വിശ്വസിക്കണമെന്നാണ്. നോക്കൂ നിങ്ങൾ, ഇതിൻ്റെ അപകടം നോക്കൂ നിങ്ങൾ, എവിടേക്കാണ് സമൂഹത്തെ കൊണ്ടുപോകുന്നത്? അള്ളാഹുവിന് ഈ സമൂഹം എന്ത് സ്ഥാനമാണ് കൽപ്പിക്കുന്നത് നമ്മൾ ആലോചിക്കേണ്ടതാണ്. അത്ര അപകടകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് മുസ്ലിം സമൂഹം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് പ്രചരിപ്പിക്കാൻ വിശുദ്ധ ഖുർആനിലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള നിരവധി വചനങ്ങൾ അവർ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
എന്താണ് ഇസ്തിഗാസ? എന്താണ് ഇസ്തിഗാസ? അള്ളാഹുവിനോടുള്ള സഹായം ചോദിക്കൽ, അതാണ് ഇസ്തിഗാസ. ഞാനത് വിശദീകരിക്കുകയാണ്. ഇവിടെ വിശുദ്ധ ഖുർആൻ പറയുന്ന ഇസ്തിഗാസ എന്താണ്? പാടുണ്ടെന്ന് പറയുന്ന ഇസ്തിഗാസ ഏതാണ്? പാടില്ലെന്ന് പറയുന്ന ഇസ്തിഗാസ ഏതാണ്? ഇതെല്ലാം കൂടെ കൂട്ടിക്കലർത്തി വിശദീകരിക്കുകയാണ് ഇന്ന് മതപുരോഹിതന്മാർ. ഇവരോട് വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു കാര്യമുണ്ട്. സൂറത്തു ആലു ഇംറാനിലെ 71-ാമത്തെ വചനം, യാ അഹ്ലൽ കിതാബ്. ഇത് വേദക്കാരെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുന്ന ഒരു വചനമാണ്. അല്ലയോ വേദക്കാരെ, ലിമ തൽബിസൂനൽ ഹഖ്ഖ ബിൽ ബാത്തിൽ, നിങ്ങൾ എന്തിനാണ് ഈ സത്യവും അസത്യവും കൂട്ടിക്കലർത്തുന്നത്? വതക്തുമൂനൽ ഹഖ്ഖ, എന്നിട്ട് സത്യത്തെ നിങ്ങൾ മറച്ചു വെക്കുകയാണ്. വഅൻതും തഅലമൂൻ, നിങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഈ പുരോഹിതന്മാർക്ക് അറിയാത്തത് കൊണ്ടല്ല, കൃത്യമായി ഈ വചനങ്ങൾ ഇന്ന ഇന്ന ഉദ്ദേശത്തിലാണ് എന്ന് കൃത്യമായി ബോധ്യമുണ്ട്. പക്ഷെ ജീവിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള അധാർമികമായ മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. സത്യവും അസത്യവും തമ്മിൽ കൂട്ടിക്കലർത്തി വിശദീകരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ വേദക്കാർക്ക് സംഭവിച്ചിട്ടുള്ള ഈ അപജയം അതെൻ്റെ സമൂഹത്തിനും ഉണ്ടാകുമെന്നാണ്. ഇത് ഖുർആൻ വളരെ കൃത്യമായി നമ്മുടെ മുമ്പിൽ വിശദീകരിച്ചതാണ്. ഇസ്തിഗാസ 2 തരത്തിലുണ്ട്. ഇസ്തിഗാസ 2 തരത്തിലാണ്. ഒന്ന് അൽ ഇസ്തിഗാസത്തു ബില്ലാഹ്, അള്ളാഹുവിനോടുള്ള ഇസ്തിഗാസയാണ്. അതാണ് ബദർ യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ ആ ഭാഗം വിശദീകരിക്കുന്നിടത്ത് വിശുദ്ധ ഖുർആനിൽ സൂറത്തു അൻഫാലിലെ 9-ാമത്തെ വചനം സൂചിപ്പിക്കുന്നത്, ഇദ് തസ്തഗീഥൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നി മുമിദ്ദുക്കും ബി അൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ. നിന്റെ റബ്ബിനോട്, പ്രവാചകരെ, താങ്കളുടെ റബ്ബിനോട് ഇസ്തിഗാസ ചെയ്ത സന്ദർഭം, സഹായം ചോദിച്ച സന്ദർഭം, ഫസ്തജാബ ലക്കും, അവർക്ക് ഉത്തരം നൽകുകയുണ്ടായി. എന്താണ് ഉത്തരം? അന്നി മുമിദ്ദുക്കും ബി അൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ. ഉത്തരം ലഭിച്ചത് എങ്ങനെയാണ്? തുടരെയുള്ള മലക്കുകൾ, ആയിരക്കണക്കിന് മലക്കുകൾ അള്ളാഹു ബദറിൽ ഇറക്കുകയാണ്. ഇതാണ് പ്രവാചകരുടെ പ്രാർത്ഥനക്ക്, മുസ്ലിം സമൂഹത്തിന്റെ, വിശ്വാസി സമൂഹത്തിന്റെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം. ഇത്തരത്തിലുള്ള സന്നിഗ്ധ ഘട്ടങ്ങളിൽ നേരത്തെ ദുആ ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. ദുആയിൽ നമ്മുടെ ആവശ്യങ്ങൾ ചോദിക്കുന്നതുണ്ടാവാം. നമ്മുടെ പ്രതിസന്ധികളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ, നമുക്ക് ബാധിച്ചിട്ടുള്ള ദുരിതങ്ങളിൽ നിന്ന് രക്ഷ ചോദിക്കുന്നതും പ്രാർത്ഥനയാണ്. പക്ഷേ ഇസ്തിഗാസയെ സംബന്ധിച്ച് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്, ഇസ്തിഗാസ എന്ന് പറയുന്നത് സാധാരണയുള്ള പ്രാർത്ഥനയല്ല. അത് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുന്ന സമയത്ത്, ആപൽഘട്ടങ്ങളിൽ അള്ളാഹുവിനോട് ചോദിക്കുന്ന ചോദ്യത്തിനാണ് ഇസ്തിഗാസ എന്ന് പറയുന്നത്. അതാണ് ബദറിന്റെ സാഹചര്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചിട്ടുള്ളത്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് തഫ്സീർ ത്വബരിയിൽ നമുക്ക് കാണാൻ കഴിയും, ഇത് തസ്തഗീസൂന റബ്ബക്കും ഐ ബിദുആഇക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ ചെയ്ത സന്ദർഭം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റബ്ബിനോട് ദുആ ചെയ്ത സന്ദർഭം എന്നാണ്. ഇവിടെ ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ ദുആ ആണ്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഇത്ര കൃത്യമായി പറഞ്ഞു. എന്നിട്ടും മതപുരോഹിതന്മാർ സമൂഹത്തോട് പറയുന്നത്, ഞങ്ങൾ ഇസ്തിഗാസയാണ് ചെയ്യുന്നത്, സഹായം ചോദിക്കുന്നേ ഉള്ളൂ, ദുആ ചെയ്യുന്നില്ല, ഞങ്ങൾ ദുആ ചെയ്യുന്നില്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഈ സഹായ തേട്ടം, ഈ പ്രതിസന്ധി ഘട്ടങ്ങളിലുള്ള അള്ളാഹുലേക്ക് കൈയുയർത്തിയുള്ള ഈ തേട്ടത്തിനാണ് ദുആ എന്ന് പറയുന്നത് എന്നാണ് ഇമാം ത്വബരി വിശദീകരിക്കുന്നത്. മാത്രവുമല്ല, ആ പ്രാർത്ഥന എന്തായിരുന്നു എന്നുകൂടെ ഇമാം ഇബ്നു കസീർ വിശദീകരിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബദറിന്റെ രണാങ്കണത്തിൽ നിന്നുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന ഇബ്നു കസീർ ഉദ്ധരിക്കുകയാണ്. അല്ലാഹുമ്മ ഐനമാ വഅത്തനി, അല്ലാഹുവേ എവിടെയാണ് നീ വാഗ്ദാനം ചെയ്തത്? അല്ലാഹുമ്മ അൻജിസ് ലീ മാ വഅത്തനി, അല്ലാഹുവേ നീ വാഗ്ദാനം ചെയ്തത് നീ നടപ്പിൽ വരുത്തണമേ. അല്ലാഹുമ്മ ഇൻ തുഹ്ലിക ഹാദിഹിൽ ഇസാബ, അല്ലാഹുവേ ഈ സംഘത്തെ നീ നശിപ്പിക്കുകയാണെങ്കിൽ മിൻ അഹ്ലിൽ ഇസ്ലാം ഫലാ തുഅബദ് ഫിൽ അർളി അബദ, ഭൂമിയിൽ നിന്നെ ആരാധിക്കുന്ന ഒരു സമൂഹവും പിന്നീട് ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഞങ്ങളെ സഹായിക്കണമേ.
നിന്റെ വാഗ്ദാനം നീ നടപ്പിൽ വരുത്തണമേ എന്ന് അള്ളാഹുവിലേക്ക് കൈയുയർത്തിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു എന്നാണ് ഇബ്നു കസീർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇങ്ങനെ വിശുദ്ധ ഖുർആൻ നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ദുആഇനെ ഇസ്തിഗാസ എന്ന അർത്ഥത്തിലും ഇസ്തിഗാസയെ ദുആ എന്ന അർത്ഥത്തിലുമെല്ലാം പ്രയോഗിച്ചത് നമ്മൾ കാണുകയാണ്. ഖുർആൻ സൂറത്ത് സുമറിലെ 8-ാമത്തെ വചനത്തിലൂടെ പറഞ്ഞു, വഇദാ മസ്സൽ ഇൻസാന ദുർറൻ, ഒരു മനുഷ്യന് ദുരിതം ബാധിച്ചാൽ ദഅ റബ്ബഹു മുനീബൻ ഇലൈഹി, റബ്ബിനോട് അവൻ ഖേദിച്ചു മടങ്ങുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം തൊബരി പറഞ്ഞിട്ടുള്ളത് ഇസ്തഗാസ ബിർറബ്ബില്ലദീ ഖലഖ മിൻ ശിദ്ദത്തി ദാലിക്, ആ ദുരിതത്തിന്റെ കാഠിന്യം കൊണ്ട് അവൻ റബ്ബിനോട് ഇസ്തിഗാസ ചെയ്യുകയാണ്, സഹായം ചോദിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, ഈ 2 ആയത്ത് മതി ഈ പറയുന്ന ഈ ദുർവ്യാഖ്യാനങ്ങൾക്ക് മുഴുവൻ മറുപടി വിശുദ്ധ ഖുർആൻ തന്നെ നൽകുകയാണ്. ദുആ അത് ഇസ്തിഗാസ തന്നെയാണ്. ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ അത് ദുആയാണ്. ഇസ്തിഗാസ മാറി നിൽക്കുന്നത്, വേറിട്ട് നിൽക്കുന്നത് പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്തുള്ള അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയാണ്. 2-ാമത്തെ ഇസ്തിഗാസ എന്ന് പറയുന്നത് അള്ളാഹു അല്ലാത്തവരോടുള്ള ഇസ്തിഗാസയാണ്. അള്ളാഹുവോടുള്ള ഇസ്തിഗാസ മനസ്സിലാക്കി. ഇനി അള്ളാഹു അല്ലാത്തവരോടുള്ള ഇസ്തിഗാസ, ഇത് 2 തരത്തിലുണ്ട്. ഒന്ന് മഖ്ലൂക്കുകളോടുള്ള, അള്ളാഹു അല്ലാത്ത സൃഷ്ടിജാലങ്ങളോടുള്ള, അവർ മരിച്ചവരായിരിക്കാം, അല്ലെങ്കിൽ ഗായിബായവരായിരിക്കാം, സ്ഥലത്തില്ലാത്ത മരിച്ചുപോയിട്ടുള്ള മരണപ്പെട്ടു പോയിട്ടുള്ള മഹാന്മാർ, അമ്പിയാക്കന്മാർ, ഔലിയാക്കന്മാർ, പുണ്യപുരുഷന്മാർ, ബാവമാർ, ബീവിമാർ, ഇവരെയൊക്കെ വിളിച്ചു പ്രാർത്ഥിക്കുക എന്നുള്ളത് ഇത് ഒരു നിലക്കും അനുവദിക്കപ്പെടുന്ന കാര്യമല്ല. അള്ളാഹു അല്ലാത്ത ഒരു ശക്തിയെ അദൃശ്യമായി, അഭൗതികമായി, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി വിളിച്ചു തേടുക, പ്രാർത്ഥിക്കുക എന്നതാണ് അതിൻ്റെ പരിധിയിൽ വരുന്നത്. ഇത് വിശുദ്ധ ഖുർആൻ നിരുത്സാഹപ്പെടുത്തിയ, ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദസ്തൻത ഫസ്തഇൻ ബില്ലാഹ്, നീ സഹായം ചോദിക്കുകയാണെങ്കിൽ ഫസ്തഇൻ ബില്ലാഹ്, അല്ലാഹുവിനോടാണ് സഹായം ചോദിക്കേണ്ടത്. ഇൻ തദ്ഊഹും ലാ യസ്മഉ ദുആഅക്കും, ഇത്തരത്തിലുള്ള അമ്പിയാക്കളോട്, ഔലിയാക്കളോട്, മൺമറഞ്ഞവരോട്, പുണ്യപുരുഷന്മാരോട് അഭൗതികമായി, അദൃശ്യമായ നിലക്ക് ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾ നീ നിർവഹിക്കുന്നുവെങ്കിൽ ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കുകയില്ല. വലൗ സമിഉ മസ്തജാബു ലക്കും, ഇനി കേട്ടാൽ തന്നെയും നിങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയില്ല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, നോക്കൂ നിങ്ങൾ, അത്തരത്തിലുള്ള പ്രാർത്ഥന ശിർക്കാണ് എന്ന് വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുകയാണ്. അത് ഏത് പ്രദേശത്തു നിന്ന് വിളിച്ചാൽ, എവിടെ നിന്ന് വിളിച്ചാൽ, കടലിലാവട്ടെ, കരയിലാവട്ടെ, വിജനപ്രദേശത്താവട്ടെ, ജനവാസമുള്ള സ്ഥലത്തു നിന്നാവട്ടെ, അദൃശ്യമായ നിലക്ക് മരണപ്പെട്ടു പോയിട്ടുള്ള മഹാന്മാരെ, അമ്പിയാക്കളെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അവർ കേൾക്കുകയില്ല എന്ന് കൃത്യമായി അള്ളാഹു വിശദീകരിക്കുകയാണ്. മാത്രവുമല്ല, വിശുദ്ധ ഖുർആൻ ഒരു വെല്ലുവിളി നടത്തുന്നുണ്ട്. ഇങ്ങനെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളെ, ഖുൽ ഉദ്ഉൽ ലദീന സഅംതും മിൻ ദൂനിഹി ഫലാ യംലികൂന കശ്ഫ ദുർരി അൻകും വലാ തഹ്വീല, നബിയെ പറയുക, ഉദ്ഉൽ ലദീന സഅംതും മിൻ ദൂനിഹി, അല്ലാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ടല്ലോ, ഫലാ യംലികൂന കശ്ഫ ദുർരി അൻകും വലാ തഹ്വീല, നിങ്ങളുടെ ഏതെങ്കിലും ദുരിതം മാറ്റാൻ അവർക്ക് കഴിയില്ല. വലാ തഹ്വീല, നിങ്ങളുടെ സ്ഥിതിയിൽ എന്തെങ്കിലും ഒന്ന് മാറ്റം വരുത്തുവാൻ. ചില ആളുകൾ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ, ചില ആളുകൾക്ക് പുതിയ ചില വാദങ്ങളുണ്ട്. അവരുടെ കഴിവിൽപ്പെട്ട ചിലതൊക്കെ ചെയ്തു കൊടുക്കും. വിജനപ്രദേശത്ത് നിന്ന് മലക്കെ, ജിന്നെ എന്നൊക്കെ വിളിച്ചാൽ അവർ ഹാദിറാവുകയും അവരുടെ കഴിവിൽപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ അവർക്ക് കഴിയും എന്ന് വിശ്വസിച്ചാൽ ആ വിശ്വാസത്തിൽ തകരാറൊന്നുമില്ല എന്ന് ചില ആളുകൾ വാദിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇല്ല, അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ദുരിതം മാറ്റാൻ ഈ ശക്തികൾക്ക്, അല്ലാഹുവല്ലാത്ത ഒരു ശക്തിക്കും, അതിൽ മനുഷ്യർ പെടും, മലക്കുകൾ പെടും, ജിന്നുകൾ പെടും, ആർക്കും കഴിയില്ല എന്ന് വിശുദ്ധ ഖുർആനാണ് വിശദീകരിക്കുന്നത്. ഇമാം ഇബ്നു കസീർ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്, ഇബ്നു അബ്ബാസിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു സംഭവമുണ്ട്.
ഒരു വാചകമുണ്ട്, കാന അഹ്ലു ശിർക്ക്, കാന അഹ്ലു ശിർക്ക്, ബഹുദൈവ വിശ്വാസികളായിരുന്നു. യഖൂലൂന നഅ്ബുദുൽ മലായികത വൽ മസീഹ വ ഉസൈർ, ഞങ്ങൾ മലക്കുകളെ വിളിക്കാറുണ്ടായിരുന്നു, മലക്കുകളെ ആരാധിക്കാറുണ്ടായിരുന്നു. വൽ മസീഹ, മസീഹിനെ യേശു ക്രിസ്തുവിനെ വിളിക്കാറുണ്ടായിരുന്നു. വ ഉസൈർ, ഉസൈറിനെയും വിളിക്കാറുണ്ടായിരുന്നു. ഇതായിരുന്നു അവരിലുണ്ടായിരുന്ന വിശ്വാസം. ചില്ലറക്കാരല്ല, പ്രവാചകന്മാരാണ്, മലക്കുകളാണ്, ഇവർ സഹായിക്കുമെന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവരെയൊക്കെ വിളിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഖുർആൻ പറഞ്ഞത്, അങ്ങനെയുള്ള ആളുകളെ നിങ്ങളൊന്ന് വിളിച്ചു നോക്ക്, നിങ്ങളുടെ ദുരിതം മാറ്റാൻ അവർക്ക് കഴിയില്ല. നിങ്ങളുടെ അവസ്ഥയിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം വരുത്താൻ ഈ ശക്തികൾക്കൊന്നും കഴിയില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. വിജനമായ സ്ഥലത്തെത്തിയാൽ ജിന്നിൽപ്പെട്ട ചില ദുർഭൂതങ്ങളെ ഭയപ്പെട്ടുകൊണ്ട് ആ ജിന്നുകളോട് സഹായം തേടിയിരുന്ന, അവരോട് രക്ഷ തേടിയിരുന്ന ചില ആളുകളെ വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. സൂറത്തു ജിന്നിലെ 6-ാമത്തെ വചനത്തിൽ, വഅന്നഹു കാന റിജാലുൻ മിനൽ ഇൻസ്, മനുഷ്യരിൽപ്പെട്ട ചില ആളുകൾ, യഊദൂന ബിരിജാലിൻ മിനൽ ജിൻ, ജിന്നിൽപ്പെട്ട ചില ആളുകളോട് രക്ഷ ചോദിച്ചിരുന്നു എന്നാണ്. നോക്കൂ നിങ്ങൾ, ഇന്ന് അങ്ങനെ രക്ഷ ചോദിച്ചാൽ, മരുഭൂമിയിൽ അകപ്പെട്ടാൽ അവിടെ ഇസ്തിഗാസ ചെയ്യുന്നത് കൊണ്ട്, നമ്മുടെ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവരോട് സഹായം ചോദിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, അത് തൗഹീദിനെ ബാധിക്കുകയില്ല, അനുവദനീയമാണ് എന്നുവരെ പറയുന്ന തരത്തിലേക്ക് ഇന്ന് മുസ്ലിം സമൂഹത്തിലെ ചില സംഘടനകൾ എത്തിപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാഹു അല്ലാത്ത ഒരു മഖ്ലൂഖിനോട് അഭൗതികമായി അദൃശ്യമായ നിലക്ക് അവരോട് സഹായം ചോദിക്കുന്നത് ശിർക്കാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. രണ്ടാമത് ഈ ഭാഗത്ത് വരുന്ന ഇസ്തിഗാസ, അത് കഴിവ് നൽകപ്പെട്ട വിഷയത്തിലുള്ള ചില സഹായം ചോദിക്കലാണ്. അതും വിശുദ്ധ ഖുർആൻ നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട്. അത് ജായിസാണ്, അനുവദനീയമായ കാര്യമാണ്. മനുഷ്യർ പരസ്പരം, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് പല കഴിവുകളും നൽകിയിട്ടുണ്ട്, ചില ജീവജാലങ്ങൾക്ക് ചില കഴിവുകൾ നൽകിയിട്ടുണ്ട്. അപ്പം അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായമെടുക്കുന്നത് അനുവദനീയമാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. വതആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ എന്ന വിശുദ്ധ ഖുർആനിലെ സൂറത്തു മാഇദയിലെ 2-ാമത്തെ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരം മനുഷ്യർക്ക് പരസ്പരം വീട്ടുകാരോട് സഹായം ചോദിക്കാം, നാട്ടുകാരോട് നമുക്ക് സഹായം ചോദിക്കാം, നമ്മുടെ സുഹൃത്തുക്കളോട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം ചോദിക്കൽ, ഇതും ഇസ്തിഗാസയാണ്. പക്ഷേ ഈ ഇസ്തിഗാസ അനുവദിക്കപ്പെട്ട ഇസ്തിഗാസയാണ്. ഇതാണ് പലപ്പോഴും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ, ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ, സത്യവും അസത്യവും പരസ്പരം കൂട്ടിക്കലർത്തിയാണ് മതപുരോഹിതന്മാർ ഈ വിഷയത്തെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും അല്ലാഹു അല്ലാത്ത ആളുകളെ അവരെ സഹായത്തിന് വിളിക്കാം, ദുരിതമുണ്ടാകുമ്പോൾ, പ്രയാസമുണ്ടാകുമ്പോൾ അവരെ വിളിക്കാമെന്നതിന് വിശുദ്ധ ഖുർആനിൽ നിന്ന് മതപുരോഹിതന്മാർ തെളിവ് പറയാറുള്ളത് ഫസ്തഗാസഹുല്ലദീ മിൻ ശിഅതിഹി അലല്ലദീ മിൻ അദുവ്വിഹി എന്ന സൂറ അൽ ഖസസിലെ 15-ാമത്തെ വചനമാണ്. നോക്കൂ നിങ്ങൾ, മൂസാ നബിയോട് സഹായം ചോദിച്ചില്ലേ? തൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ പ്രയാസം അനുഭവിക്കുന്ന സമയത്ത് മൂസയെ ഒന്ന് രക്ഷിക്കണമേ, എന്നെ ഒന്ന് സഹായിക്കണമേ എന്ന് പറഞ്ഞില്ലേ? അത് സഹായതട്ടമല്ലേ? പ്രവാചകനോട് സഹായം തേടിയില്ലേ എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരു ഇസ്തിഗാസയല്ല. ഇത് മൂസാ നബിയുടെ കൺമുമ്പിലാണ് ആ മനുഷ്യനുള്ളത്. ആ മനുഷ്യൻ മൂസാ നബിയെ കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾ സാധാരണ പ്രയാസമുണ്ടാകുന്ന സമയത്ത് സഹായം ചോദിക്കുന്നത് പോലെ മൂസാ നബിയോട് ആ മനുഷ്യൻ സഹായം ചോദിച്ചതാണ്. ഇത് നമ്മൾ തർക്കത്തിലിരിക്കുന്ന ഒരു ഇസ്തിഗാസയല്ല. പക്ഷേ ഇതെല്ലാം കൂടി കൂട്ടിക്കുഴച്ചുകൊണ്ട് സമൂഹത്തിൽ തെറ്റിദ്ധരിപ്പിക്കുകയാണ് മതപുരോഹിതന്മാർ. ഈ തരത്തിൽ വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ള ചില പദങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഇവിടെ ശിർക്ക് പ്രചരിപ്പിക്കുന്ന ഒരു രംഗം നമ്മൾ കാണുകയാണ്. നോക്കൂ നിങ്ങൾ, ഇവർ എഴുതി വെച്ചത് എന്താണെന്നറിയോ? ഒരു കാര്യം ശിർക്കാകണമെങ്കിൽ തേടപ്പെടുന്ന ശക്തിയെക്കുറിച്ച് ഇപ്പം മുഹിയുദ്ദീൻ ഷെയ്ഖിനെ വിളിക്കുന്നു, മമ്പ്രന്തങ്ങളെ വിളിക്കുന്നു, CM മടവൂരിനെ വിളിക്കുന്നു. ഇങ്ങനെയുള്ള ശക്തികളെ സംബന്ധിച്ച് അവർ ദൈവമെന്നോ ആരാധ്യനെന്നോ അവർക്ക് ദിവ്യത്വമുണ്ടെന്നോ വിശ്വാസമുണ്ടെങ്കിൽ മാത്രമാണ് ആ തേട്ടം ശിർക്കാകുന്നത് എന്നാണ് ഇവർ വാദിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണോ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്? അങ്ങനെയാണോ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്?
മമ്പറന്തങ്ങളെ എന്ന് വിളിക്കുമ്പോൾ, ബദരീങ്ങളെ എന്ന് വിളിക്കുമ്പോൾ ഇവർ ദൈവമാണ് എന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്? അല്ലല്ലോ. അങ്ങനെ വിശ്വസിച്ചാൽ മാത്രമേ ശിർക്കാകൂ എന്നാണ് ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വാദം ഇസ്ലാമിക പ്രമാണങ്ങളോട് യോജിക്കുന്നതല്ല. നമുക്കൊക്കെ പരിചയമുള്ള ഒരു സംഭവമുണ്ട്, ദാത്തു അൻവാത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുനൈൻ യുദ്ധത്തിലേക്ക് പോകുന്ന സമയത്ത് മുശ്രിക്കുകളുടെ ഒരു മരത്തിന്റെ അടുത്തു കൂടെയാണ് നടന്നു പോകുന്നത്. ദാത്തു അൻവാത്ത് എന്നാണ് ആ മരത്തിന്റെ പേര്. അവരുടെ വിശ്വാസം എന്താണ്? ആ മരത്തിൽ വാള് കൊളുത്തി യുദ്ധത്തിന് പോയാൽ വിജയം കൈവരിക്കുമെന്നാണ്. ഒരു ബർക്കത്തിന്റെ മരം. ഇന്നും ചില ആളുകൾ അത് സ്വീകരിക്കുന്നുണ്ട്. എവിടേക്കെങ്കിലും ഒരു പുണ്യയാത്ര സംഘടിപ്പിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ദർഗയിൽ പോയി അവിടെ നിന്ന് ആശീർവാദം വാങ്ങിയാണ് പല യാത്രകളും സംഘടിപ്പിക്കുന്നത്. ബർക്കത്തിനു വേണ്ടി അത്തരം കേന്ദ്രങ്ങളിൽ പോകുന്നു. യുദ്ധസമയത്ത് മക്കയിലെ മുശ്രിക്കുകൾ ഈ ഒരു മാർഗം സ്വീകരിച്ചിരുന്നു. ആ സമയത്താണ് സത്യവിശ്വാസികളിൽപ്പെട്ട മുസ്ലിങ്ങളിൽപ്പെട്ട ചില ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്, ഇജ്അൽ ലനാ ദാത അൻവാത്ത് കമാ ലഹും ദാതു അൻവാത്ത്. അവർക്കൊക്കെ ഇത്തരത്തിലുള്ളൊരു മരമുള്ളതുപോലെ ഞങ്ങൾക്കും ഒരു മരത്തെ നിർണയിച്ചു തരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, എന്താണ് ഈ പറയുന്നത്? ഹാദാ കമാ ഖാല ഖൗമു മൂസ ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ. ആ മരത്തെ സംബന്ധിച്ച് മുസ്ലിങ്ങൾക്ക് അത് ദൈവമാണെന്ന ധാരണയില്ല, ആരാധ്യനാണെന്ന ധാരണയില്ല. ഈ മരത്തിന് എന്തെങ്കിലും ദിവ്യത്വമുണ്ട് എന്ന ധാരണയുടെ അടിസ്ഥാനത്തിലല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അത് ചോദിച്ചിട്ടുള്ളത്. പക്ഷെ പ്രവാചകൻ പറഞ്ഞത്, ഇത് മൂസ അലൈഹിസ്സലാമിനോട് അദ്ദേഹത്തിന്റെ ജനത ഞങ്ങൾക്ക് അവർക്കൊക്കെ ഇലാഹുകൾ ഉള്ളതുപോലെ ഒരു ഇലാഹിനെ നിശ്ചയിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടതിന് തുല്യമാണെന്നാണ്. ശിർക്കാണെന്നാണ് പറഞ്ഞത്. ബഹുദൈവ വിശ്വാസമാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഇത്തരത്തിലുള്ള പുരോഹിതന്മാരുടെ ഇത്തരത്തിലുള്ള വാദങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള അടിസ്ഥാനവുമില്ല എന്നാണ് വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ചര്യയും നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ തരത്തിലാണ് വാദമെങ്കിൽ പിന്നെ മക്കയിലെ മുശ്രിക്കുകൾ എങ്ങനെ മുശ്രിക്കാവും? എന്തായിരുന്നു മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞിരുന്ന അവരുടെ ശിർക്കിന് അവർ മുന്നോട്ട് വെച്ചിരുന്ന ന്യായം എന്തായിരുന്നു? വല്ലദീന തഖദൂ മിൻ ദൂനിഹി ഔലിയാ മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ. ഇവർ ദൈവമാണെന്നോ ഇവർക്ക് ദിവ്യത്വമുണ്ടെന്നോ എന്നൊന്നും അവർ അംഗീകരിച്ചിരുന്നില്ല. ആരാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചതെന്ന് ചോദിച്ചാൽ അള്ളാഹുവാണ് എന്നാണ് അവർ പറഞ്ഞിരുന്നത്. എന്തിനാ പിന്നെ ഇവരെ ആരാധിച്ചത്, പ്രാർത്ഥിച്ചത്, ഇസ്തിഗാസ ചെയ്തത്? മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ, അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനാണ്. ഇവർ മുഖേന നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുമെന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് മക്കയിലെ മുശ്രിക്കുകൾ ലാത്തയെയും ഉസ്സയെയും ഇബ്രാഹിം നബിയെയും ഇസ്മായിൽ നബിയെയും എല്ലാം പ്രാർത്ഥിച്ചിരുന്നത്. രണ്ടാമത് അവർ പറഞ്ഞത് ഹൗലായി ശുഫാഉനാ ഇൻദല്ലാഹ്, ശുപാർശകനാണ് ഇവരൊക്കെ. ലാത്തയും ഉസ്സയും മനാത്തയും ഹുബലും ഇബ്രാഹിമും ഇസ്മായിലും ഒക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഞങ്ങൾ ശുപാർശ ചെയ്യുന്നവരാണ്. അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്ത ആളുകളാണ് ഇവരൊക്കെ. അവർ രക്ഷിക്കുമെന്ന വിശ്വാസത്തിലാണ് ഞങ്ങൾ ഇവരെ വിളിക്കുന്നത്. ഈ വിശ്വാസം തന്നെയല്ലേ നമ്മുടെ കേരളക്കരയിലെ മുസ്ലിം സമൂഹത്തിനുള്ളത്? മമ്പറന്തങ്ങളും മുഹിയുദ്ദീൻ ഷെയ്ഖും CM മടവൂരും ഇങ്ങനെയുള്ള വിവിധ ദർഗകളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാർ, ഇവരൊക്കെ ഞങ്ങളുടെ ശുപാർശകരാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ. അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവരെ സമീപിക്കുന്നത് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മൂന്നാമത് അവർ പറഞ്ഞത് ബൽ നത്തബിഉ മാ അൽഫൈനാ അലൈഹി ആബാഅനാ, പാരമ്പര്യം ഇതാണ് പാരമ്പര്യം. നിങ്ങൾ പുത്തൻവാദികളാണ്. ഞങ്ങളുടെ കാരണവന്മാർ പിതാമഹന്മാർ അമ്പറന്നങ്ങളെ വിളിച്ചവരാണ്, മുഹിയുദ്ദീൻ ഷേഖിനെ വിളിച്ചവരാണ്. പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ കുത്തുബിയത്ത് നടത്തിയവരാണ്, ബദർമാല ചൊല്ലിയവരാണ്. അതുകൊണ്ട് ഇവരെ കൈവിടുന്ന പ്രശ്നമില്ല. വജദ്ന അലൈഹി ആബാഅന, ഇതാണ് മക്കയിലെ മുശ്രിക്കുകളും പറഞ്ഞത്. ഇബ്രാഹിം നബിയെ ഞങ്ങൾ കയ്യൊഴിയില്ല, ഇസ്മായിൽ നബിയെ കയ്യൊഴിയില്ല, ലാത്തയെയും ഉസ്സയെയും മനാത്തയെയും ഞങ്ങൾക്ക് വേണം. ഇവരൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഞങ്ങളുടെ ശുപാർശകരാണ്, അടുപ്പിക്കുന്ന ആളുകളാണ്. മാത്രവുമല്ല ഇവർക്കൊക്കെ പല കഴിവുകളും അള്ളാഹു കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്ത കഴിവിൽ നിന്നാണ് തംലികുഹു വമാ മലക്, തൽബിയത്ത് സൂചിപ്പിക്കുന്നത് അതാണ്. അവരുടെ അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. എന്താ വ്യത്യാസം?
ഒരു വ്യത്യാസവുമില്ല. ഇതാണ് ഇവരുടെ ന്യായവാദങ്ങൾ. ഇതേ ന്യായവാദങ്ങൾ തന്നെയാണ് ഇന്ന് കേരളത്തിലെ മുസ്ലിം പണ്ഡിതന്മാരും മുന്നോട്ട് വെക്കുന്നത്. ലഹു ദഅവത്തുൽ ഹഖ് വല്ലദീന യദ്ഊന മിൻ ദൂനിഹി ലാ യസ്തജീബൂന ലഹും ബിശൈ. ആരെ വിളിച്ചാൽ, ഏതു നിലക്ക് വിളിച്ചാൽ, ഇടയിൽ ആളെ നിർത്തി വിളിച്ചാലും, നേരിട്ട് ഈ മഹാന്മാരെ പുണ്യപുരുഷന്മാരെ വിളിച്ചാലും, ലഹു ദഅവത്തുൽ ഹഖ്, മാനവ സമൂഹമേ നിങ്ങൾ അറിയേണ്ടത് ന്യായമായ പ്രാർത്ഥന അത് അല്ലാഹുവിനാണ്. വല്ലദീന യദ്ഊന മിൻ ദൂനിഹി ലാ യസ്തജീബൂന ലഹും ബിശൈ. അല്ലാഹുവിന് പുറമെ നിങ്ങൾ ആരെ വിളിച്ചാലും ലാ യസ്തജീബൂന ലഹും ബിശൈ, ഒരു ഉത്തരവും നൽകൂല. നോക്കൂ, നിങ്ങൾ ചില ആളുകൾ വാദിച്ചു കൊണ്ടിരിക്കുന്നത് ജിന്നുകളെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്താൽ, മഹാന്മാരെ വിളിക്കുകയും അവരെ പ്രാർത്ഥിക്കുകയും ചെയ്താൽ, അവർക്ക് നേർച്ചകളും വഴിപാടുകളും ഒക്കെ അർപ്പിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാകുന്ന, അവർ മുമ്പിൽ പ്രത്യക്ഷപ്പെടും, അവരുടെ കഴിവിൽപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും എന്ന് വാദിക്കുകയാണ്. എത്ര അപകടകരമാണ്. ലാ യസ്തജീബൂന ലഹും ബിശൈഇൻ, ഒരു നിലക്കും ഉത്തരം നൽകാൻ അവർക്ക് കഴിയില്ല. വിശുദ്ധ ഖുർആൻ അത് ഒരു ഉദാഹരണ സഹിതം വിശദീകരിക്കുന്നുണ്ട്. സമയക്കുറവ് മൂലം ഞാനത് ഒഴിവാക്കുകയാണ്. അത്ര കൃത്യമായി വിശുദ്ധ ഖുർആൻ തൗഹീദ് പഠിപ്പിക്കുന്നുണ്ട് സമൂഹത്തോട്. എന്താണ് ദുആ, എന്താണ് ഇസ്തിഗാസ, ആരോടാണ് അത് നിർവഹിക്കേണ്ടത് എന്നതൊക്കെ ഖുർആനും പ്രവാചകന്റെ സുന്നത്തും വളരെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, ഇനി തേടപ്പെടുന്ന ആളുകളുടെ അവസ്ഥ നമ്മളൊന്ന് ആലോചിക്കുക. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു മഹാനാണ് മുഹയ്യിദ്ദീൻ ഷെയ്ഖ് റഹ്മഹുല്ലാ. അദ്ദേഹം വലിയ പണ്ഡിതനാണ്, ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ച ഒരു മഹാപണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ ചില ഉദ്ധരണികൾ ഇവിടെ ബഹുമാന്യനായ പണ്ഡിതൻ സയ്യിദ് സുല്ലമി വിശദീകരിക്കുകയുണ്ടായി. വളരെ കൃത്യമായി തൗഹീദ് സമൂഹത്തെ ബോധ്യപ്പെടുത്തിയ ഒരു മഹാപണ്ഡിതൻ. ആ പണ്ഡിതനെയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുന്ന സമയത്ത് യാ സയ്യിദി സനദി എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ വിളിക്കുകയാണ്. ഔസി വയാ മദദി, എൻ്റെ സഹായമേ, എൻ്റെ സഹായമേ, എൻ്റെ രക്ഷകനെ എന്ന് പറഞ്ഞുകൊണ്ട് ഉറക്കെ വിളിച്ചു പറയുകയാണ്. കുല്ലി ലഹീറൻ അലൽ അഅദാഇ ബിൽ മദദ്, ശത്രുക്കൾക്കെതിരെ പോരാട്ടമുണ്ടാകുന്ന സമയത്ത് ഞങ്ങളെ സഹായിക്കണമേ എന്ന് മുഹയ്യിദ്ദീൻ ഷെയ്ഖിനെ ഉറക്കെ വിളിച്ചു പറയുകയാണ്. മുജീറ ഇർലി വഖുദ് ബിയദി മദാ മുദദി, എൻ്റെ അഭിമാനത്തെ കാത്തു സൂക്ഷിക്കുന്നവനെ എനിക്കെല്ലാവിധ സഹായവും നീ നൽകണമേ എന്നാണ്. ഖലീഫത്തുല്ലാഹി ഫീനാ മുഹയ്യിദ്ദീൻ, അള്ളാഹുവിൻ്റെ പകരക്കാരൻ മുഹയ്യിദ്ദീൻ ഷെയ്ഖേ, ഈ പ്രതിസന്ധിയിൽ നിന്ന് ഞങ്ങളെ കരകയറ്റണമേ എന്ന് ആളുകൾ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് കുത്തുബിയ്യത്തിലൂടെ. ആ മുഹയ്യിദ്ദീൻ ഷെയ്ഖ് സമൂഹത്തെ പഠിപ്പിച്ചത് എന്താണ്? ലാ തശ്കുവന്ന ഫീ ഹാലത്തിൽ ബലിയ്യ ഇലാ അഹദിൻ മിൻ ഖൽഖില്ല, സൃഷ്ടികളിൽപ്പെട്ട ഒരാളോടും നിന്റെ ആവലാതി നീ പറയരുത്, ഇസ്തിഗാസ ചെയ്യരുത് എന്നാണ് ആ മഹാൻ സമൂഹത്തെ പഠിപ്പിച്ചിട്ടുള്ളത്. ആ മഹാനെ തന്നെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു വല്ലാത്ത ഒരു അവസ്ഥയിലാണ് ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ ബാധ്യത വർദ്ധിച്ചു വരികയാണ്. ഇസ്ലാഹികൾ എന്ന് പറയുന്ന, മുജാഹിദുകൾ എന്ന് പറയുന്ന ആളുകൾക്ക് പോലും ദുആ എന്താണ്, ഇസ്തിഗാസ എന്താണ് എന്ന് തിരിച്ചറിയാതെ ഇത് രണ്ടും കൂടെ കൂട്ടിക്കലർത്തി, നേരത്തെ കേരളത്തിൽ ഇവിടെയുള്ള യാഥാസ്ഥിക പണ്ഡിതന്മാർ എങ്ങനെയാണോ ഹക്കും ബാത്തിലും കൂട്ടിക്കലർത്തി വിശദീകരിച്ച് സമൂഹത്തെ അന്ധവിശ്വാസത്തിലേക്ക്, ബഹുദൈവ വിശ്വാസത്തിലേക്ക് കൊണ്ടുപോയത്, സമാനമായ രീതി അവലംബിച്ചുകൊണ്ട് മുജാഹിദുകളിൽപ്പെട്ട ചില ആളുകൾ കൂടി ആ പണി ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ബാധ്യത വർദ്ധിക്കുകയാണ്. ഇത് വേർതിരിച്ച് മനസ്സിലാക്കി കൊടുക്കേണ്ട ബാധ്യത, ഉത്തരവാദിത്വം നമ്മൾ തുടർന്നും നിർവഹിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.